കരുവന്നൂർ കള്ളപ്പണ കേസിൽ രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടന്ന് ഇഡി. നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ച CPM നേതാക്കൾ വീണ്ടും ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടികയിലുണ്ട്. പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകൾ മറയാക്കിയുള്ള അനധികൃത സാമ്പത്തിക ഇടപാടുകളിലാണ് അന്വേഷണം തുടരുന്നത്. കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം നവംബർ ആദ്യവാരം സമർപ്പിച്ചേക്കും. മുൻമന്ത്രി AC മൊയ്തീൻ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എംപിയുമായ PK ബിജു, CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവരാണ് ആദ്യഘട്ട അന്വേഷണത്തിൽ നിരവധി തവണ ചോദ്യം ചെയ്യലിന് വിധേയരായ നേതാക്കൾ. കൗൺസിലർമാരായ അനൂപ് ഡേവിസ് കാട, മധു അമ്പലപുരം എന്നിവരെയും പലതവണ ചോദ്യം ചെയ്തു. 3 പ്രമുഖ നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം തുടരുന്നത്. ED ചെന്നൈ റീജിയണൽ ഓഫീസിൽ നിന്ന് സമൻസ് അനുമതി നേടിയാണ് ഈ ആഴ്ച കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കുന്നത്. പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളെ ഉപയോഗപ്പെടുത്തി പ്രാദേശിക CPM നേതാക്കൾ മുതൽ ഉന്നത നേതാക്കൾ വരെ നടത്തിയ അനധികൃത സാമ്പത്തിക ഇടപാടുകളുടെയും വായ്പകൾ അനുവദിച്ചതിന്റെയും വിവരങ്ങൾ ED ശേഖരിച്ചിരുന്നു. 2023 നവംബറിലാണ് കലൂർ PMLA കോടതിയിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചത്. 12,000 പേജുള്ള കുറ്റപത്രത്തിൽ 55 പേരായിരുന്നു പ്രതികൾ. തുടരന്വേഷണത്തിൽ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെട്ടിരുന്നു. കമ്പ്യൂട്ടറിൽ നിന്ന് കള്ളക്കണക്കുകൾ ഡിലീറ്റ് ചെയ്തായിരുന്നു തട്ടിപ്പ് മറച്ചിരുന്നത്. രണ്ടാം ഘട്ട അന്വേഷണത്തിനിടെ CPMന്റെ 77,63,000 രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പേരിൽ വാങ്ങിയ പാർട്ടി സ്വത്തുക്കളും കണ്ടുകെട്ടിയിരുന്നു. കരുവന്നൂർ ബാങ്കിലെ CPMന്റെ 8 അക്കൗണ്ടുകളും മരവിപ്പിച്ചിരുന്നു. 10ഓളം പ്രതികൾ രണ്ടാം ഘട്ട കുറ്റപത്രത്തിലും ഉണ്ടാകാനാണ് സാധ്യത. ജനം, കൊച്ചി.